എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന എപ്പിസോഡാണ് കേട്ടോ. ഇത് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി പരീക്ഷ വരെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, മാത്സിൻ്റെ ഓരോ ചാപ്റ്ററിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ, മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട് 1 ആദ്യത്തെ നോക്കിക്കോളൂ. ഇവിടെ നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് ഇൻറ്റിജർ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1/7, 2/7, 3/7 അങ്ങനെ പോകുന്നു. അതിൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിൽ ആദ്യത്തെ 7 പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് സമാന്തര ശ്രേണി. ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1/7, രണ്ടാമത്തെ ടേം 2/7, മൂന്നാമത്തെ ടേം 3/7, നാലാമത്തെ ടേം എന്തായിരിക്കും 4/7, അഞ്ചാമത്തെ എന്തായിരിക്കും 5/7, ആറാമത്തത് 6/7, ഏഴാമത്തത് 7/7. കണ്ടോ? അപ്പോൾ ഏഴാമത്താണ് 7/7 എന്ന് പറയുന്നത്. അതായത് 7/7 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 1. അതുപോലെ 14/7 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 2. 21/7 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. ഇതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. 1 2 3 4 5 6 അങ്ങനെ പോകുന്നതാണ് ഇത് ഇൻഡിജേഴ്സ്. അല്ലെങ്കിൽ എന്താണ് -1 -2 -3 എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതാണ് അത് നെഗറ്റീവ് ഇൻഡിജേഴ്സ്, എന്താണ് ഇത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് അല്ലേ. 1 2 3 4 5 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഇൻഡിജർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് 7/7 അതായത് 1 2 3 4 5 6 7 ഏഴാമത്തെ ടേമായിട്ടുള്ള 7/7 ആണ് ഇത് ഒരു ഇൻഡിജർ. അത് എന്ത് ഇൻഡിജറാണ്? പോസിറ്റീവ്. ആൻസർ എത്രയാണ്? 1 അല്ലേ. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ 7/7 എന്നല്ല വായിക്കേണ്ടത്. 1/7, 2/7, 3/7, 4/7, 5/7, 6/7, 1. അതാണ് ആൻസർ. അപ്പോൾ അടുത്ത ഇൻഡിജർ ഏതായിരിക്കും? 14/7. അതിനെ 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2 ആണ് ആൻസർ. അടുത്ത ഏതായിരിക്കണം? 21/7. 21ാമത്തെ ടേം ആയിരിക്കണം അടുത്ത ഇൻഡിജർ. ഏതാണത്? പോസിറ്റീവ് ഇൻഡിജർ ആയിട്ടുള്ളത് ഏതാണ്? 3. ഇതിലെ 14ാമത്തെ ടേമായിട്ടുള്ള 2 ഏത്? പോസിറ്റീവ് ഇൻഡിജർ. ഇതിലെ 7ാമത്തെ ടേമായിട്ടുള്ള 1 ഏത്? പോസിറ്റീവ് ഇൻഡിജർ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1 ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഫസ്റ്റ് ഇൻഡിജർ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1/7, 2/7, 3/7 അങ്ങനെ 7/7 എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നു? 1 കിട്ടുന്നു. അതാണ് ഇന്നത്തെ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ തന്നിട്ടുള്ള ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ഇതെന്താണ്? 7ാമത്തെ ടേം. അതായത് 7/7 അതിന് എടുത്തോളൂ. 1 എടുക്കേണ്ട, 7/7 അതിന് കിടന്നോട്ടെ. എത്ര നമുക്ക് നോക്കാം. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ ഉണ്ട്. എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് എന്താണ്? xn. അതാണ് ഫോർമുല. x1 എന്ന് പറയുന്നത് 1ാമത്തെ ടേം, xn എന്ന് പറയുന്നതാണ് അതിൻ്റെ nth ടേം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ലാസ്റ്റ് ടേം. 1 മുതൽ 7 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അരിത്മെറ്റിക് സീക്വൻസിലെ 1 മുതൽ 7 വരെയുള്ള അല്ലേ പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1ാമത്തെ ടേം 1/7, രണ്ടാമത്തെ ടേം എന്താണ്? 2/7, മൂന്നാമത്തെ ടേം എന്താണ്? 3/7, നാലാമത്തെ 4/7 അങ്ങനെ പോകുന്നു. 7ാമത്തെ എന്താണ്? 7/7 അല്ലെങ്കിൽ 1. അത് 1 അവിടെ നിന്നോട്ടെ. നമുക്ക് വെട്ടി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? 7/7 എന്നതിനെ എടുക്കുക. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 ഫോർമുല ഉണ്ട്. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് എന്താണ്? xn. ഇനി വേറൊരു ഫോർമുലയുണ്ട്. എന്താ? s = n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന വേറൊരു ഫോർമുല. നമുക്കിവിടെ വേണ്ടത് ഏതാണ്? ഇതാണ് ഇപ്പോൾ വേണ്ട ഫോർമുല. കാരണം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ് നമുക്ക് ഉണ്ടായി അല്ലേ. ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഫസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. ഏതാണ് നമ്പർ ഓഫ് ടേംസ്? എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്? 7 പദങ്ങളുടെ തുക. അപ്പോൾ n നമുക്ക് എഴുതാം. n നമ്പർ ഓഫ് ടേംസ് എത്ര? 7. ഫസ്റ്റ് ടേം എന്താണ്? 1/7. ലാസ്റ്റ് ടേം എന്താണ്? 7/7. അങ്ങനെ അപ്പോൾ s = n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ. n എത്ര? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7/2 ഇൻറ്റു
x1 ഒന്നാമത്തെ ടേം ഏതാണ് 1/7 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് 7/7 ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു ഡിനോമിനേറ്റർ എല്ലാം അല്ലേ ഒന്നുപോലെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ടും മേളത്തെ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 1 + 7 എത്ര 8. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 8/7 എന്ന് കൊടുക്കുക. ഈ 7 വിട്ടുപോയി, 8ഉം 2 വിട്ടുമ്പോൾ എത്ര കിട്ടും 4. അപ്പോൾ അതാണ് ആൻസർ. ഇതുവരെയുള്ള ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ് അല്ലേ, 4 ആൻസർ അല്ലേ. എത്ര കിട്ടിയത് 4. നമുക്ക് സംശയോടെ കൂട്ടി നോക്കാം. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15, 15 + എത്ര 7 അല്ല 6, 15 + 6 21, 21 + 7 എത്രയാണ് എത്ര 28, 28 അപ്പോൾ 28 കിട്ടി. അടിയിൽ എത്ര 7 വെട്ടുമ്പോൾ എത്ര കിട്ടും 4. ഇതാണ് ആൻസർ. 4 ആണ് നമുക്ക് ആൻസർ. മനസ്സിലല്ലോ. ഇതിലുള്ള ഇത്രയും പദങ്ങളുടെ തുക അല്ലേ, അത്രയും ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ് ആൻസർ. മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. What is the remainder on dividing the terms of the arithmetic sequence 100, 107, 114/7? ഒരു arithmetic sequence തന്നിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി 100, 107, 114. ഇത് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് കണ്ടുപിടിക്കേണ്ടത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലേ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേംസ്? ഏത് ടേംസാണ് ആ ടേംസ്? 100, 107, 114. ഈ ടേംസിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം 100നെ നമുക്ക് എന്ത് ചെയ്യാം, 7 കൊണ്ട് നോക്കാം അല്ലേ. 7 കൊണ്ട് ശ്രദ്ധിക്കേണ്ട മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. 100, 107, 114 എന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന എന്താണ് സിസ്റ്റമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 100ൽ 7 എത്ര, ഒരു പ്രാവശ്യം 7, 3, 0, 4 പ്രാവശ്യം 28, റിമൈൻഡർ എത്ര 2 കിട്ടി. അപ്പോൾ റിമൈൻഡർ എത്രയാണ് 2. ഇനി അത് കഴിഞ്ഞിട്ട് 107നെ എന്ത് ചെയ്യാം, 107നെയും എത്ര 7 കൊണ്ട് 1 × 7 3 7 5 ടൈംസ് എത്രയാണ് 35, റിമൈൻഡർ 32. ഇനി അത് കഴിഞ്ഞ് 114 14, അതിനെ എത്ര കൊണ്ട് 7 കൊണ്ട് 1 × 7 4 44, എത്രയാണ് 7 7s are 49. അപ്പോൾ എത്ര 7 6 are 42. അവിടെയും റിമൈൻഡർ നമുക്ക് എത്രയാണ് കിട്ടിയത് 2 ആണ് കിട്ടിയത്. കിട്ടിയ സിസ്റ്റമിൽ അത്രയുടെ 2 ആണ്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. 2 ആണ് എൻ്റെ ആൻസർ. മനസ്സിലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 107 ആൻഡ് 114. നമുക്ക് കിട്ടി ഡിവൈഡ് ബൈ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 7. അപ്പോൾ എത്ര റിമൈൻഡർ കിട്ടിയത് എത്രയാണ് 2 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ആണ്. ഇനി അടുത്ത് രണ്ടാമത്തെ ബി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് which leave remainder 3 on division by 7. Write the sequence of all 3 digit numbers which leaves remainder 3 on division by 7. അതായത് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3 അക്ക സംഖ്യകളാണ് കേട്ടോ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ്, എല്ലാ 3 അക്ക സംഖ്യകളും എഴുതാം. എന്നിട്ട് അത് എന്താണ്, എങ്ങനെ വിച്ച് ലീവ്സ് റിമൈൻഡർ 3 അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരുന്ന 3, അത് ഓൺ ഡിവിഷൻ ബൈ എത്ര 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിനെ, ഈ സീക്വൻസിലെ നമ്പേഴ്സിനെ ടേംസിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ എത്ര എന്താണ് സിസ്റ്റം നമുക്ക് എന്ത് കിട്ടണം, 3 നമുക്ക് സിസ്റ്റം കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 4 5 അങ്ങനെ 10 വരെ. നമ്മൾ 9 വരെ പറയുമ്പോൾ എത്രയാണ്, എത്ര ഡിജിറ്റാണ്, 1 ഡിജിറ്റ് നമ്പറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 10 11 12 എല്ലാം എന്താണ് 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ.
അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഏതുവരെ പോകും? 99 വരെ എന്ത് പോകുന്നുണ്ട്? ഈ 2 ഡിജിറ്റ് നമ്പർ പോകുന്നുണ്ട്. 99 കഴിഞ്ഞാൽ അടുത്തെന്താണ്? 100 ആണ്. 100ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ? 100ൽ 101 അങ്ങനെ ആ 3 ഡിജിറ്റ് നമ്പർ ഏതുവരെ പോകും? 999 വരെ പോകും അല്ലേ? അത് കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും? 1 ആഡ് ആകുമ്പോൾ എന്തായിട്ട് വന്നു? 1000 ആയിട്ട് മാറും. അതിന് എത്ര ഡിജിറ്റാണുള്ളത്? 4 ഡിജിറ്റാണുള്ളത്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതുവരെ ഉള്ളൂ? 100 മുതൽ ഏതുവരെ ഉള്ളൂ? 999 വരെ ഉള്ളൂ. 100 മുതൽ 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ്. ഇതിവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം എത്ര കിട്ടണം? 3 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏത് മുതൽ ഏതുവരെ? 100 മുതൽ ഏതുവരെ? 999 വരെ. ഇതിനെ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 7. ആദ്യം 100നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് മുമ്പായിട്ട് 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ എന്താവും? അത് ആൻസർ 100ന് താഴോട്ട് വരും. അപ്പോൾ 100 കഴിഞ്ഞുള്ള നമ്പർ എടുത്താൽ മതി. 101 എടുക്കുക. അപ്പോൾ 101നെ നമുക്ക് എളുപ്പവഴിയാണ് പറഞ്ഞിരുന്നത്. 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ലെ 7 എത്ര? 1 അല്ലേ? 10ലെ 7 മൈനസ് എത്ര? 2 അല്ല 3 1. പിന്നെ 31ലെ എത്ര? 4 ടൈംസ് 28. റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 101 തന്നെയാണ്. നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ എന്താണ് സിസ്റ്റം എത്ര കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട് അല്ലേ? 101നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 7 കൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ കറക്റ്റാണ്. ഒന്നാമത്തെ ടേം അല്ലേ? x1 ഒന്നാമത്തെ ടേം എന്ത് തന്നെയാണ്? 101. ഇനി നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ലാസ്റ്റ് ടേമിനെ 999നെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ടൈംസ് 7 229. 4 ടൈംസ് 28 19. എത്ര? 2 ടൈംസ് ആണ് എത്ര? 40. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര വന്നു? 5 വന്നു. നമുക്കിവിടെ റിമൈൻഡർ എത്രയാണ് കിട്ടേണ്ടത്? 3 ആണ് കിട്ടേണ്ടത്. ഇവിടെ എത്ര കൂടുതലുണ്ട്? ഇവിടെ എത്ര കൂടുതലുള്ളത്? 2 കൂടുതലുണ്ട് അല്ലേ? നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ 3 ആണ്. ഇവിടെ എത്രയുള്ളത്? 5 ആണുള്ളത്. 5 എന്ന് പറയുന്നത് എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. ആ 2 കൂടുതൽ എന്ത് ചെയ്യുക? ഇവിടെ മൈനസ് ചെയ്യണം അല്ലേ? 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? ആ മൈനസ് ഇവിടെ എന്ത് ചെയ്യുക? അത് ആ 2 എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ 999ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 997. മനസ്സിലായല്ലോ? കണ്ടുപിടിച്ച പിടികിട്ടിയല്ലോ അല്ലേ? എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 997 എത്ര ഉണ്ട്? 7 കൊണ്ട് നോക്കാം. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 3 കിട്ടണം. 1 ടൈം 7 2 9 4 ടൈംസ് 28 17 2 ടൈംസ് എന്താണ്? 14. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. കറക്റ്റാണ് ആൻസർ. അപ്പോൾ നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 7 കൊണ്ട്. അതായിരിക്കും അതിൻ്റെ ഡിവൈസ് അല്ലേ? അപ്പോൾ നമ്മൾ എത്ര കൊണ്ടാണ് നമ്മൾ ഭാഗിച്ചിരിക്കുന്നത്? 7 കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസും എന്തായിരിക്കും? 7 ആയിരിക്കും വരിക. ഇനി അടുത്ത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓൾ 3 നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7 വിച്ച് ഈസ് എന്നിട്ട് ചോദിച്ചിരിക്കുന്നു വിച്ച് ഈസ് ദ ലാസ്റ്റ് ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇവിടെ വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ലായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ടേം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ടേം ഏതാണ്? 997 ആണ് ലാസ്റ്റ് ടേം. നമുക്ക് കിട്ടി. XN എന്ന് പറയുന്നത് എന്താണ്? 997. ഫസ്റ്റ് ടേം എന്താണ്? 101. ലാസ്റ്റ് ടേം എന്താണ്? 997. അതാണ് ഞാൻ XN എന്നവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത് നല്ലൊരു കിടുക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ആ കിടുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കിടുങ്ങുമോ നോക്കാം കേട്ടോ. നിങ്ങളിത് കാണുമ്പോൾ കിടുങ്ങും, പക്ഷേ അതിനകത്തൊന്നുമില്ല. ഇവിടെ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഫോളോയിങ് സബ്സ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിലേക്ക് തുകകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1 + 2 + 3 + അങ്ങനെ എന്താണ് 100 വരെ. മനസ്സിലായല്ലോ? അപ്പുറത്ത് ഹിന്ദിയൊക്കെ കേൾക്കാം. തൊട്ടപ്പുറത്ത് വീടിൻ്റെയൊക്കെ പണികൾ നടക്കുന്ന ഒരു പ്രദേശമാണിത്. ഹിന്ദിക്കാരുടെ നമ്മുടെ നാഷണൽ ലാംഗ്വേജൊക്കെ നമുക്കിവിടെ കേൾക്കാൻ പറ്റും.
1+2+3+ അങ്ങനെ ഏതുവരെയുള്ള 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? S=2 n+1/2 കേട്ടോ. S=n+1/2 ആണ് ഏത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്ക് ആദ്യം അത് ചെയ്യാം. S=2 ഇവിടെ നമ്പർ ടേംസ് n എന്ന് പറയുന്ന നമ്പർ ടേംസ് ആണ്. എല്ലാം കൂടെ എത്ര ടേംസ് ഉണ്ട്? നമ്പർ ടേംസ് n= എത്രയാണ്? 100. എന്നിട്ട് ആ ഫോർമുല എഴുതുക. S=n n+1/2 അല്ലേ. ഇവിടെ നമുക്ക് നമ്പർ ടേംസ് അല്ലേ, നമ്പർ ടേംസ് n n= 100, S=n n+1/2. ഇവിടെ n പകരം എന്ത് കൊടുക്കുക? 100 കൊടുക്കുക. ഇൻറ്റു 100 + 1 /2 = 100 ഇൻറ്റു 100 + 1 എന്താണ്? 101 /2. അത് അല്ലേ. ആൻസർ 5050. ഇതാണ് ആൻസർ. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിച്ചു കഴിഞ്ഞു. 550 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1+3+5+ അങ്ങനെ എന്താണ് +99 വരെയാണ്. അതുപോലുള്ള നമ്പേഴ്സെല്ലാം കൂടെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് കൂട്ടി ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. 1+3 എത്ര? 4, 4+5 എത്ര? 9, 9+6 എത്രയാണ്? 15. അങ്ങനെ കൂട്ടി നിങ്ങൾക്ക് കുറേ നേരം അവിടെ ഇരിക്കാം. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈസി മെത്തേഡ് നമുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ നോക്കാം. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് എത്ര? 5050. അതായത് 5050 എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട് ചെയ്യാം. 1+2+3+4+5+6+7+8+9+10. നമുക്കിവിടെ നിസ്സാരം നമുക്ക് ഏതുള്ള നമ്പേഴ്സ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 10 വരെയുള്ളത്. 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15, 15, 6 എത്രയാണ്? 21, 21, 7, 28, 28, 8, 36, 36, 9 എത്രയാണ്? 45, 45, 10 എത്രയാണ്? 55. മനസ്സിലായല്ലോ. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ടേംസിൻ്റെ സമ്മാണ് എത്ര? 55. ശരിയല്ലേ. 2 + 1 3, 3 + 3 എത്ര? 6, 6 + 4 10, 10 + 5 15, 50 + 5 എത്ര? 21, 28, 36, 45, 10 എത്രയാണ്? 55. അതിലേ അപ്പോൾ നമ്മൾ ഇതിന് പകരമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് 1 മുതൽ ഏതുള്ള നമ്പേഴ്സ്? 1+2+3+ അങ്ങനെ എത്ര? 10 വരെയുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. അതിലേ മൊത്തം 55 ആണല്ലോ. ഞാൻ ആദ്യം ചെയ്യുന്നത് 2, 4, 6, 8, 10. അതായത് 2+, 4+, 6+, 8+, 10 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 6, 6, 12, 12, 8, 20, 20, 10 എത്രയാണ്? അയ്യോ 6, 6, 12, 12, 8 അതെ 20, 20, 10, 30. ശരിയാണ് 30. ഇനി അടുത്ത് നമുക്ക് ഇതെടുക്കാം. ഏതാണ്? 1, 3, 5, 7, 9. 1+3+5+7+9. അതായത് ഏത് മുതൽ ഏത് വരെ? 1+3+5+ അങ്ങനെ 9, 9 വരെ അല്ലേ. 1+3 എന്താണ്? 4, 4+5 9, 9+7 16, 16+9 എത്രയാണ്? 16+9 25. മനസ്സിലായല്ലോ. ഇടയ്ക്കിടയ്ക്കുള്ള ഈ നമ്പേഴ്സ് അത് 1 മുതൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 വരെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 55. 2, 4, 6, 8, 10 അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 30. 1, 3, 5, 7 അതിൻ്റെ അടുത്ത് ഇടയ്ക്കുള്ള അല്ലേ. 1+3+5+ അത് 9 വരെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 25. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 55. അതാണ് ഏത്? ഈ നമ്പർ. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8 അങ്ങനെ ഏതുവരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുക. 100 വരെയുള്ളത്. എന്തിനാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് ഞാൻ വേറൊരു രീതിയിലൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ മറ്റത് കിട്ടും.
അല്ലേ? ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2, 4, 6, 8, 10 മുതൽ വരെ കണ്ടുപിടിച്ചിട്ട് 55 30 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1, 3, 7, 9 അതിൻ്റെ കിട്ടും ആൻസർ അല്ലേ? 1, 3, 5, 7, 9ൻ്റെ ആൻസർ കിട്ടും. അതിൻ്റെ അല്ലേ എത്ര കിട്ടും ആൻസർ? 25 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 55 നിന്ന് ഏത് മൈനസ് ചെയ്യുക? ഇതുപോലെ ഇതിനുള്ള കണ്ടുപിടിച്ച് 30 മൈനസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ 55 നിന്ന് ഇതുവരെയുള്ള നമ്പേഴ്സ് 25 കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിത് മാറ്റിയ ഇവിടെ നമുക്ക് 2, 4, 6, 8, 10 അത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? ആൻസർ 30 കിട്ടിയത്. അത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ എല്ലാം കോമൺ ഫാക്ടർ എടുക്കുക. എത്ര കൊണ്ട് ഡിവിസിബിൾ ആണ്? 2 ഉണ്ട് അല്ലേ? എല്ലാം 2 കൊണ്ട് വെട്ടി പോകില്ലേ? 2 കൊണ്ട് ഇത് വെട്ടുമ്പോൾ എത്ര കിട്ടും? 1 പ്ലസ് 2 കൊണ്ട് ഇത് വെട്ടുമ്പോൾ എത്ര? 2 പ്ലസ് പിന്നെ 2 കൊണ്ട് ഇത് വെട്ടുമ്പോൾ എത്ര കിട്ടും? 3 പ്ലസ് 4 2 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 4 പ്ലസ് 10 2 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 5 ഈസ് ഈക്വൽ ടു എത്ര? അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 30 ആണ്. കിട്ടും, നമുക്ക് നോക്കാം. ഇനി അടുത്ത് 1 പ്ലസ് ഞാനതൊന്നും എഴുതുന്നില്ല എക്സെട്ര അല്ലേ? ഇതുവരെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 1, 2, 3, 4, 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n ഇൻറ്റു സം കണ്ടുപിടിക്കാനുള്ള n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഈ 2 കൂടെ ഞാനിവിടെ ആഡ് ചെയ്തു. മനസ്സിലായോ? ഇവിടെ കോമൺ ഫാക്ടർ എത്രയാണ്? 2. ആ 2 കൂടെ ഞാൻ എടുത്തിട്ടു. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2. ഈ 2 ഇതാണ്. അടുത്ത സ്റ്റെപ്പ് 2 ഇൻറ്റു n. n എത്ര? 1 മുതൽ 5 വരെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 5. എത്ര? വീണ്ടും n എത്ര? 5 പ്ലസ് 1/2. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 5 പ്ലസ് 1 എത്ര? 6/2. 2 ഇൻറ്റു വെട്ടിപ്പോയി. 5 ഇൻറ്റു 6 എത്ര? 30. ശരിയല്ലേ? അപ്പോൾ കിട്ടിയില്ലേ? 2, 4, 6, 8, 10 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 30. ഈ 30 എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോമൺ ഫാക്ടർ വെളിയിലെടുത്തു. എന്നിട്ട് എന്താണ്? 1 പ്ലസ് 2 പ്ലസ് അതിനെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അതാക്കി എഴുതി. എന്നിട്ട് അതിൻ്റെ ഫോർമുല ഇവിടെ ഇട്ടു. n ഇൻറ്റു n പ്ലസ് 1/2. ഈ കോമൺ ഫാക്ടർ ഇവിടെ എഴുതി. 2 ഇൻറ്റു n എത്ര? നമ്പർ ടൈംസ് 5. 5 ഇൻറ്റു 5 പ്ലസ് 1/2. അപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? ആൻസർ 30 കിട്ടും. ഈ 30 കിട്ടുന്നതിനെ 55 നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25. ആ 25 ആണ് ഇനി ഇടയ്ക്കുള്ള ഏതിൻ്റെയൊക്കെ ആൻസർ? 1 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 വരെയുള്ള ആൻസറിൻ്റെ സം എന്ന് പറയുന്നത് ഏതായിരിക്കും? ടോട്ടൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഏതാണ്? 30 മൈനസ് ചെയ്യുമ്പോൾ 55 നിന്ന് ഏത് മൈനസ് ചെയ്യുക? 30 മൈനസ് ചെയ്യുക. ഇത്രയും ഇങ്ങനെ ഓർത്ത് വയ്ക്കുകയാണ് കേട്ടോ. നമുക്കിനി ക്വസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ചു. ഇതുവരെയുള്ള ആൻസർ എത്രയാണ് കിട്ടിയത്? 1 മുതൽ 7 ആൻസറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്ര കിട്ടിയ ആൻസർ? s is equal to n ഇൻറ്റു n പ്ലസ് 1/2 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തെഴുതേണ്ട പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് അങ്ങനെ ഏതുവരെ 99 വരെയാണ്. ഇത്തിരി ദുഷ്കരമാണ്. ആ ദുഷ്കരമായതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അതിനുള്ള നമ്മൾ എന്ത് ചെയ്തു? 2, 4, 6, 8 എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുകയാണ്. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് അല്ലേ 8 പ്ലസ് അങ്ങനെ എത്ര വരെയുള്ളത്? 100 വരെയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഫാക്ടർ എന്തെടുത്തു? വെളിയിലെടുത്തു. എത്ര? 2 എടുത്തു. കോമൺ ഫാക്ടർ 2 വെളിയിലെടുത്തു. എന്നിട്ട് ഈ 2 എല്ലാത്തിനും വെട്ടും അല്ലേ? അപ്പോൾ 1 പ്ലസ് ഇതെത്ര? 2 പ്ലസ് ഇതെത്ര? 3 പ്ലസ് അങ്ങനെ ഇതെത്ര? 50. ഓക്കെ. ഇനി എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എന്താ ചെയ്യണമെന്ന് പറയാം. 2 ഇൻറ്റു n പ്ലസ് ഈ 2 ഇൻറ്റു 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് പകരം 2n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ ആ ഫോർമുല എടുക്കുക. അപ്പോൾ കോമൺ ഫാക്ടർ നിങ്ങൾ 4 വെളിയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? 4n എന്ന് കൊടുക്കുക. കോമൺ ഫാക്ടർ 3 ആണ്. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ 3 എന്ന് കൊടുക്കുക. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതിനകത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കുക 4n എന്ന് കൊടുക്കുക. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതിനകത്ത് വരികയാണെങ്കിൽ ഇത് കൊടുക്കുക 5n എന്ന് കൊടുക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള നമ്പേഴ്സ് വന്നാൽ എന്ത് ചെയ്യും? 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 20 പ്ലസ്
അങ്ങനെ 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 എത്ര 100 അങ്ങനെ വരെ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള കോമൺ ഫാക്ടർ ഏതാണ്? ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 5 എടുത്തു. അപ്പോൾ എസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5 എടുത്തു. 5n × n+1/2 എന്ന് എഴുതുക. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? 5n × n+1/2. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ 5n × ഇവിടെ n നമുക്ക് കോമൺ ഫാക്ടർ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര 1+, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2+, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3+, അല്ലേ 20 അല്ലേ 20 5 കൊണ്ട് ഡിവൈഡ് 4, അങ്ങനെ അങ്ങനെ എത്ര 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50. അപ്പോൾ ഇവിടെ ഇതിനകത്തുള്ള നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ ഏതിലുള്ള 50 വരെയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് n × n+1/2 എന്നുള്ള ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത്. അപ്പോൾ എങ്ങനെ വരും? ഫോർമുല എങ്ങനെ എഴുതണം? s = 5n × n+1/2. ഇവിടെ കോമൺ ഫാക്ടർ 2 എടുത്തു, അതുകൊണ്ട് 2n × n+1/2. ഇനി 6ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരുന്നെങ്കിലോ 3യുടെ മൾട്ടിപ്പിൾസ് ആയിരുന്നെങ്കിലോ 3+, 6+, 9+, 12+, അങ്ങനെ ആയിരുന്നെങ്കിലോ കോമൺ ഫാക്ടർ 3യെ വെളിയിലെടുക്കും. അങ്ങനെ വരുമ്പോൾ 1+, 2+, 3 അങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഫോർമുല എന്ത് വന്നേനെ? s = 3n × n+1/2 എന്ന് കൊടുത്തേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വേണ്ടത്? 2n × n+1/2 = 2 × n. നമ്പർ ടൈംസ് എത്ര? 50. 50 × n. n എത്ര? 50 തന്നെയാണ്. 50 + 1/2 = 2 × 50 × 50 + 1 എത്രയാണ്? 51/2. ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി. ഇനി 51നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും അത്രേ അല്ലേ? 51 5 2550. 2550 ആണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. മനസ്സിലായല്ലോ? 2550. അതായത് 2, 4, 6, 8 മുതൽ എത്ര 100 വരെയുള്ള നമ്പേഴ്സ്, ആ ഈവൻ നമ്പേഴ്സിൻ്റെ സം നമ്മളിവിടെ കണ്ടുപിടിച്ചു 2550. അപ്പോൾ ആ ടോട്ടലിൽ നിന്ന് നമുക്ക് ടോട്ടൽ നേരത്തെ എത്ര കിട്ടി? 5050 കിട്ടി. ആ 5050 നിന്നും ഏത് മൈനസ് ചെയ്യണം? 2550 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏത്? അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1+, 3+, 5+, 7+, 9+, അങ്ങനെ ഏതിലുള്ള നമ്പേഴ്സ് 99 വരെ. അതാണ് ഈസി. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1+, 3+, 5+, അല്ലേ ഏതുവരെയുള്ള ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം 1 മുതൽ ഏതുള്ള നമ്പേഴ്സിൻ്റെ സം ഓഫ് അല്ലേ 1+, 3+, അല്ല അതല്ല 1, 2, 1+, 2+, 3+, അങ്ങനെ 100 മൈനസ് ഏതിൻ്റെ നമ്പർ നമുക്ക് എത്ര കിട്ടിയത്? 2+, 4+, അല്ലേ 6+, ഏതുവരെയുള്ള 100 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ 1+, 2+, 3+, അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സം ഇവിടെ എത്ര കിട്ടി? 5050 മൈനസ് 2+, 4+, 6 അല്ലേ? അതിന് നമുക്ക് എത്ര കിട്ടി ആൻസർ? 2550. അതാണ് മൈനസ് ചെയ്യുന്നത്. 5050 മൈനസ് എത്രയാണ്? 2550. ഇവിടെ എത്ര കിട്ടി ആൻസർ? 2500. മനസ്സിലായല്ലോ? 2500 ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ കിട്ടിയോ? ഏതിൻ്റെ ആൻസർ? 1+, 3+, 5+, അങ്ങനെ ഏതുവരെ 99 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ കിട്ടിയല്ലോ. എങ്ങനെയാണെന്നുള്ളത് ആദ്യം 1 മുതൽ 100 വരെയുള്ള ടോട്ടൽ അല്ലേ അതിൻ്റെ സം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളിവിടെ അല്ലാതെ നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിച്ചു. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏത്? ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 2550. ഇവിടെ കിട്ടിയല്ലോ. അടുത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. എന്നാലും ഇത്തിരി പ്രയാസമുള്ളതാണ്. 3+, 7+, 11+, അങ്ങനെ അങ്ങനെ എത്ര വരെ? +199 വരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സംഭവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ ഉപയോഗിക്കാനുള്ളത്. നമുക്കിതെല്ലാം എന്ത് ചെയ്യും? നമുക്കിതിനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്.
4ൻ്റെ കേട്ടോ നമുക്കിവിടെ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കാം. ഇതിനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കണമെങ്കിൽ എന്ത് വേണം? 4 മൈനസ് 1 അല്ലേ? 4 മൈനസ് 1 പ്ലസ് ഇതെന്തായിട്ട് മാറും? 8 മൈനസ് 1 പ്ലസ് ഇതെന്തായിട്ട് മാറും? 12 മൈനസ് 1. അങ്ങനെ 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 ഇതെന്തായിട്ട് മാറും? 200 മൈനസ് 1. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമുക്ക് എളുപ്പവഴി ചെയ്യാം. 4 ആക്കുന്നതിന് ഞാൻ എന്ത് ചെയ്തു? അല്ല 4 മൈനസ് 1 ഇത് 3. ഈ 7 എന്ന് പറയുന്നത് 8 മൈനസ് 1 എത്ര? 7. 12 മൈനസ് 1 എത്ര? 11. 200 മൈനസ് 1 എത്ര? 199. ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി ചെയ്യേണ്ടത് ഈ പോസിറ്റീവ് നമ്പേഴ്സ് ഇതൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ? പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ട്? 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, അങ്ങനെ പോകുന്നു. 4 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് അടുത്തത്ര 12 പ്ലസ് അങ്ങനെ 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 എത്ര? ഇവിടെ എത്രയാണ് വരുന്നത്? 200 അല്ലേ? 200 ഇതെല്ലാം ഒരു ബ്രാക്കറ്റിനകത്താക്കണം. ഇനി അടുത്ത് -1 -2 -3. അപ്പോൾ അതായത് ഇത് മുതൽ ഈ പറയുന്ന നമ്പേഴ്സ് വരെ 199 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടോ നോക്കുക. മനസ്സിലായോ? ഏതാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം. 3 മുതൽ 199 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. ലാസ്റ്റ് ടേം എത്ര? 199. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് ടേമിൽ നിന്ന് എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 73 മൈനസ് 4. അതിനോട് 1 ആഡ് ചെയ്യണം. 199 നിന്ന് 3 മൈനസ് 196. 196 ഡിവൈഡ് ബൈ 4 പ്ലസ് 19 4 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. സിസ്റ്റം എത്ര? 3 36. 36 4 9 പ്രാവശ്യം. 49 പ്ലസ് 1 എത്ര? 50. ഇവിടെ നമുക്ക് കിട്ടിയത് 4 8 12 അങ്ങനെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ഇതിനകത്ത് എത്ര കാണുന്നതാണ്? 200 വരെ എത്ര കാണും? 50 നമ്പേഴ്സ് കാണും. മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് അങ്ങനെ എത്ര വരും? -50 എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ അല്ലേ? ഓരോ നമ്പറിൻ്റെ -1 -1 -1 എന്ന് പറഞ്ഞ് പോവല്ലേ? അങ്ങനെ 4 മുതൽ 200 വരെ ഇതിനകത്ത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 50 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര വരും? -50. അപ്പോൾ -1 എല്ലാം എത്ര വരും? -50. ഇത്ര കാര്യം മനസ്സിലായല്ലോ. ഇത് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞില്ല, കോമൺ ഫാക്ടർ എല്ലാ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് കോമൺ ഫാക്ടർ വെളിയിലെടുത്തു. 4 എടുത്തു. കണ്ടോ? 4 പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ശരിയല്ലേ? 4 വെട്ടുമ്പോൾ 1 പ്ലസ് 8നെ 4 വെട്ടുമ്പോൾ 2, 12നെ 4 വെട്ടുമ്പോൾ 3, അങ്ങനെ 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 200നെയും 4 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 50 അല്ലേ? -50. അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇതുവരെ പിടികിട്ടിയല്ലോ. നമ്പർ ടൈംസ് പിടിച്ചാണിത്. അപ്പോൾ അതായി. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല എന്താണ്? n × n + 1/2. അതിലൂടെ 4 എന്നോട് ചേർക്കുക. ഇനി എസ് കണ്ടുപിടിക്കുക. എസ് കണ്ടുപിടിക്കുമ്പോൾ 4n × n + 1/2 മൈനസ് ഒരു 50 ഇവിടെ കിടപ്പുണ്ട്. അവിടെ കിടക്കും. മനസ്സിലാവും? അതുകൂടെ ചേർത്ത് എഴുതിക്കണം, അല്ലെങ്കിൽ തെറ്റും. 4 ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ഇവിടെ എത്ര ഉണ്ട്? 50 ടൈംസ്. 50 ഇൻറ്റു 50 പ്ലസ് 1 ബൈ എത്ര? 2 മൈനസ് 50. ഈ 50. ഇനി അടുത്ത് 4 ഇൻറ്റു 50 എത്രയാണ്? 200 ഇൻറ്റു 50 പ്ലസ് 1 എത്രയാണ്? 51 ഡിവൈഡ് ബൈ എത്ര? 2 മൈനസ് 50. ഈ -50 ഇതും വെട്ടിപ്പോയി. എത്ര? 100 ടൈംസ്. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5100. പിന്നെ എന്താണ്? ഒരു -50. മൈനസ് ചെയ്യണം അല്ലേ? 0 5 0 5.
ഇവിടുത്തെ ആൻസർ എത്ര 5050 മനസ്സിലായല്ലോ. 550 ആണ് നമുക്കിവിടെ കിട്ടിയ ആൻസർ. കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ 2-3 പ്രാവശ്യം ഇങ്ങനെ മറിച്ച് വെച്ച് നോക്കുക, അപ്പോൾ പിടിയിട്ടു. മനസ്സിലായല്ലോ. ഞാൻ ആദ്യത്തെ എക്സാമ്പിളൊക്കെ പറഞ്ഞത് പിടികിട്ടി വരും അല്ലേ. If the terms of the arithmetic sequence 2/9, 3/9, 4/9, 5/9 are represented as x1, x2, x3 അങ്ങനെ പോകും. ഇവിടെ തന്നിരിക്കുന്ന ഒരു arithmetic sequence-ൻ്റെ ടേംസ് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളാണ് 2/9, 3/9, 2/9, 3/9, അടുത്തത്ര 4/9, 5/9 അല്ലേ, അങ്ങനെ പോകും. ഇതെല്ലാം എന്ത് പറയുന്നു? x1, x2, x3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ x1 എന്താണ്? x1 എന്ന് പറയുന്നത് 2/9, x2 എന്ന് പറയുന്നത് 3/9, x3 എന്ന് പറയുന്നത് 4/9, x4 എന്ന് പറയുന്നത് എന്താണ്? 5/9. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് 2, 3, 4, 5. അപ്പോൾ x5 എന്തായിരിക്കും? 6/9 ആയിരിക്കും. x7 എന്തായിരിക്കും? അല്ലേ 5 എന്ന് പറയും. അപ്പോൾ x7 എന്നാൽ 8/9. അങ്ങനെ ഒന്ന് അങ്ങോട്ട് മാറ്റി പറയും. എന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇവിടെ നോക്കുക. x1 + x2 + x3 ആണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. x1 + x2 + x3. ഇവിടെ x1 എത്ര? 2/9 പ്ലസ് x2 എത്ര? 3/9 പ്ലസ് x3 എത്ര? 4/9 ഇസ് ഈക്വൽ ടു 2 + 3 എല്ലാം കോമൺ, എല്ലാ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ന്യൂമറേറ്റർ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. 2 + 3 5, 5 + 4 എത്ര? 9, 9/9. ആൻസർ എത്ര? 1. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് x4 + x5 + x6ൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കുന്നത്. x4 + x5 plus x6 is equal to x4 എത്രയാണ്? 5/9. അടുത്തതായിരിക്കും 6/9. അടുത്തതായിരിക്കും 7/9. 5 + 9 എത്ര? 11. 11 + 7 എത്ര? 18. 18/9 is equal to 2 അല്ലേ. 19-നെ 18-നെ 9 കൊണ്ട് വെട്ടുമ്പോൾ എത്ര ആൻസർ? 2. ഇനി അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്തോ പ്രശ്നം കാണുമല്ലേ. അതിൻ്റെ സം ഓഫ് ദ ഫസ്റ്റ് 9 ടേംസ്. പ്രശ്നമൊന്നുമില്ല, എളുപ്പം. അതിലൊരു പ്രശ്നമുണ്ട്, ഒരു കാര്യം കണ്ടുപിടിക്കാനുണ്ട്. ആദ്യത്തെ എത്ര ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? 9 ടേംസിൻ്റെ സമ്മാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 9 ടേംസ് ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് 9 ടേംസ് അല്ലേ. 9th ടേം എത്ര ആയിരിക്കും? 10/11 ആയിരിക്കും. അപ്പോൾ അതിന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്താൽ മതി. ഞാൻ 4ൽ അപ്ലൈ ചെയ്യാനാണ് വിചാരിച്ചത്. വേണ്ട, എന്താണ് 10/9 കേട്ടോ. 9th ടേം ഫസ്റ്റ് ടേം 2/9, ലാസ്റ്റ് ടേം അതായിരിക്കും 10/9. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, എളുപ്പവഴി. n × x1 പ്ലസ് എന്താണ് xn ഡിവൈഡ് ബൈ എന്താണ് 2 അല്ലേ. സോറി, യെസ്. അത് കണ്ടുപിടിക്കാനുള്ള നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ലാസ്റ്റ് ടേം എന്താണ്? 10/9 ആണ്. ഇനി എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? s is equal to n/2 × x1 പ്ലസ് എന്താണ് xn. ഇവിടെ നമ്പർ ടേംസ് എത്ര മുതൽ എത്ര വരെ? എത്രാമത്തെ ടേം ആണ്? 9 വരെയുള്ള അല്ലേ. 9th ടേം വരെയുള്ള സംസാണ്, അതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ന് പറയുന്നത് 9 അല്ലേ. നമ്പർ ടേംസ് എത്ര? 9/2 എഴുതി. x1 ഒന്നാമത്തെ ടേം എന്താണ്? 2/9 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? 10/9 ഇസിക്കൽ ടു 9/2 ഇൻറ്റു ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം. 2 + 10 എത്ര? 12 എത്ര? 9. ഈ 9ഉം ഈ 9ഉം വെട്ടിപ്പോയി. 12ഉം 2 വെട്ടി എത്ര? 6 ടൈംസ്. ആൻസർ എത്രയേ ഉള്ളൂ? 6. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
മനസ്സിലായല്ലോ? ഈ കിട്ടിയ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യണോ? 2 + 3 അല്ലേ? 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ നോക്കുക. 2 + 3 എത്ര? 5. 5 + 4 9. 9 + 5 14. 14ഉം 6ഉം 20. 27. 27ഉം 8 35. 35ഉം 9 44. 44ഉം 10ഉം എത്ര? 54 അല്ലേ? 54 ഡിവൈഡ് ബൈ എത്ര? 9. 8 + 8 6. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഇതുവരെ ഈ പ്രോഗ്രാം സഹിച്ച് കണ്ടതിന് എല്ലാവർക്കും